മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് മുന്നോടിയായി പുല്ലുമേട്ടിലെ സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്തി. ADGP കെ പത്മകുമാറും സംഘവും നേരിട്ടെത്തിയാണ് സുരക്ഷ വിലയിരുത്തിയത്. മണ്ഡല മകരവിളക്ക് മഹോത്സവം ഈ മാസം 15-ന് നടക്കാനിരിക്കെയാണ് സുരക്ഷ വിലയിരുത്തുന്നതിനായി ADGP പത്മകുമാർ പുല്ലുമേട്ടിലെത്തിയത്. മകരജ്യോതി ദർശനത്തിനായി പുല്ലുമേട്ടിലെത്തുന്ന അയ്യപ്പ ഭക്തർ ഒന്നിച്ചുകൂടുന്ന മലഞ്ചെരുവുകളിൽ ഇരട്ട ബാരിക്കേഡുകളുടെ നിർമ്മാണം അദ്ദേഹം വിലയിരുത്തി. പ്രത്യേക സുരക്ഷയ്ക്കായി മകരവിളക്ക് ദിവസം മാത്രം 1500ഓളം പോലീസുകാരെ പുല്ലുമേട്ടിൽ അധികമായി നിയോഗിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അയ്യപ്പന്മാരെ തടിച്ചുകൂടുന്ന 2-3 സ്ഥലങ്ങളാണ്. ഒന്ന് പുൽമേട്, പിന്നെ പരുന്തുംപാറ, പാഞ്ചാലിമേട് മുതലായ സ്ഥലങ്ങൾ. അവിടെയെല്ലാം വരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളും കുടിവെള്ളവും വെളിച്ചവും അത്യാവശ്യം ഭക്ഷണവും ഒക്കെ എത്തിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. കുമളി കോഴിക്കാനം റൂട്ടിൽ അന്നേ ദിവസം KSRTC സർവീസ് നടത്തും. കോഴിക്കാനം പുല്ലുമേട് റോഡിൽ ആധുനിക സൗകര്യത്തോടെയുള്ള മെഡിക്കൽ സേവനം, 170 അസ്ക ലൈറ്റുകൾ, ട്യൂബ് ലൈറ്റ് സംവിധാനം എന്നിവയും ഏർപ്പെടുത്തും. ഗതാഗതക്കുരുക്ക് ഉണ്ടാവാതിരിക്കാൻ അതീവ ശ്രദ്ധ പുലർത്തുമെന്നും ADGP അറിയിച്ചു. ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ K. ബാബു, ഇടുക്കി ജില്ലാ പോലീസ് മേധാവി KV ജോസഫ്, വന്യജീവി സങ്കേതം വെസ്റ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ ബാബു, കട്ടപ്പന DYSP ജഗദീഷ്, കുമളി CI ആസാദ്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ എന്നിവരും ADGPക്കൊപ്പം ഉണ്ടായിരുന്നു. വണ്ടിപ്പെരിയാറിൽ നിന്നും ജിക്കോ വളപ്പിലിനൊപ്പം റിപ്പോർട്ടർ ഇടുക്കി.